الحمد لله الحمد لله الذي أنزل القرآن في شهر رمضان هدى للناس وبينات من الهدى والفرقان صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ കാരണവന്മാരെ, രക്ഷിതാക്കളെ, സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിലെ ഏറെ പുണ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഈ രാപ്പകലുകളിൽ റബ്ബിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അമലുകളും കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ മുമ്പിൽ എന്തെല്ലാം ആവശ്യങ്ങളാണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദുനിയാവിലും ആഖിറത്തിലും എന്തെല്ലാം കാര്യങ്ങളാണോ റബ്ബിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന, നേടാൻ സഹായകമാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും അങ്ങനെ റബ്ബിൻ്റെ കരുണാ കടാക്ഷങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ രാത്രിയുടെ പ്രത്യേകത നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഹിജറ 2-ാം വർഷത്തിൽ ഇതുപോലുള്ള ഒരു രാത്രിയിലെ ഒരു സംഭവമാണ് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ നമുക്ക് പ്രചോദനമായിട്ടുള്ളത്. ലോകത്ത് പല സംഭവങ്ങളും പിന്നീട് ആ സംഭവങ്ങൾ നടന്ന സ്ഥലം കൊണ്ട് പ്രസിദ്ധമായിട്ടുണ്ട്. ഹിജറ 2-ാം ആണ്ട് വരെ ബദർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേര് മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ബദർ ഒരു സ്ഥലത്തിൻ്റെ പേരല്ല. സത്യവിശ്വാസികൾക്ക് അതൊരു പ്രചോദനമാണ്, ഒരാത്മവിശ്വാസമാണ്. അവർ നിലകൊള്ളുന്ന വിശ്വാസത്തോടും ആദർശത്തോടും അവരുടെ പ്രതിബദ്ധതയും അതിനോടുള്ള അവരുടെ കൂറും അവർക്ക് തെളിയിക്കാനുള്ള, പാഠങ്ങൾ പഠിക്കാനുള്ള അവസരവും ദിവസവുമാണ്. നിഷേധികളെ സംബന്ധിച്ചിടത്തോളം ബദർ എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമാണ്. ഇപ്പോൾ ഒരേപോലെ ബദർ ആത്മവിശ്വാസത്തിൻ്റെയും ഭീതിപ്പെടുത്തുന്നതിൻ്റെയുമായ ഒരു സംഭവമായിട്ട് ഒരു സ്ഥലത്തിൻ്റെ നാമം എങ്ങനെയാണ് മാറിയത് എന്നതാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ റമദാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കരുത്ത് സംഭരിക്കാനുള്ള ഒരു മാസമാണ്. 2 തരത്തിലുള്ള കരുത്താണ് ഈ റമദാനിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്നത്. അതിലൊന്ന് ആത്മീയമായ കരുത്താണ്. പകൽ സമയങ്ങളിലെ പട്ടിണി കിടന്ന് വിശപ്പും ദാഹവും സഹിച്ച് നോമ്പ് നോറ്റ് രാത്രിയിൽ ആ പകലിൻ്റെ നോമ്പിൻ്റെ ക്ഷീണത്തെ വകവെക്കാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് നമസ്കരിച്ചും പ്രാർത്ഥിച്ചും നമ്മൾ ആത്മീയമായി കരുത്തരാവുകയാണ് റമദാനിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്, നമ്മൾ പരിശുദ്ധ റമദാനിലെ 15 പിന്നിട്ട് കഴിഞ്ഞാൽ
ബദർ ഉൾപ്പെടെ, മക്കം ഫതഹ് ഉൾപ്പെടെ, ഫലസ്തീനിന്റെ വിമോചനം ഉൾപ്പെടെയുള്ള പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ദിവസങ്ങൾ എന്ന നിലക്കോ നമ്മൾ ഭൗതികമായി പ്രചോദിതരാവുകയും അതിൽ നിന്ന് കരുത്ത് നമ്മൾ ആർജിക്കുകയും ചെയ്യുകയാണ്. ആ അർത്ഥത്തിൽ രണ്ട് തരത്തിലുള്ള കരുത്ത്, വിശ്വാസപരമായും ഭൗതികമായും ആദർശപരമായും ആത്മീയമായും നാം ആർജിച്ചെടുക്കുന്ന ദിവസങ്ങളാണ് പരിശുദ്ധ റമദാൻ നമുക്ക് സമ്മാനിക്കുന്നത്. ബദർ എന്ന് പറയുന്നത് ഒരു യുദ്ധം കൊണ്ട് മാത്രം, ആ യുദ്ധത്തിന്റെ ഒരു വലുപ്പം കൊണ്ട് പ്രസിദ്ധമായതല്ല. ബദറിലെ അവസ്ഥ നമുക്കറിയാം. ബദറിൽ ആകെക്കൂടെ ഏറ്റുമുട്ടിയ ആളുകൾ എന്ന് പറയുന്നത് ശത്രുപക്ഷത്തിൽ നിന്ന് 1000 ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും കൂടെ ചേർന്നാൽ 313 ആളുകളും, 1313 ആളുകളാണ് ആ ബദർ എന്ന് പറയുന്ന ആ രണാങ്കണത്തിൽ സന്ധിച്ചത്. ഹജ്ജിനോ ഉംറക്കോ പോയ ആളുകൾക്കറിയാം ആ ബദർ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. വലിയ ഒരു പ്രദേശമല്ല അത്. എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ ആ പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങോട്ട് ആകർഷിക്കുന്ന എന്തെങ്കിലും സവിശേഷമായ ഒരു അവസ്ഥ, സ്ഥിതിവിശേഷം ആ മണ്ണിനോ ഭൂമിക്കോ ഇല്ല എന്ന് അവിടെ പോയി വന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ ആ അർത്ഥത്തിലല്ല ബദർ പ്രസിദ്ധമാകുന്നത്. ബദറിൽ മരണപ്പെട്ട ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് 14 ആളുകളാണ് ഷഹാദത്ത് വരിച്ചത്. 70 മുശ്രിക്കുകളാണ് ആ ബദറിൽ കൊല്ലപ്പെട്ടത്. മൊത്തം 84 ആളുകൾ. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി യുദ്ധങ്ങൾ നമ്മൾ എടുത്ത് നോക്കാം. 1-ാം ലോക യുദ്ധം ഉൾപ്പെടെ, 2-ാം ലോകം ഉൾപ്പെടെ എത്രയെത്ര ആളുകളാണ് ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത്. പട്ടാളക്കാർ മാത്രമല്ല, സിവിലിയന്മാരായ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, വൃദ്ധന്മാർ, കുട്ടികൾ, സ്ത്രീകൾ, എത്രയെത്ര ആളുകളാണ് കൊല്ലപ്പെടുന്നത്. ബദറിന്റെ സംഭവത്തിൽ ഒരൊറ്റ സിവിലിയൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്ന കാര്യമാണ്. ഒരു യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ 1946 ലോകമഹാ ഹിരോഷിമ നാഗസാക്കി സംഭവം നമുക്കറിയാം. 80 വർഷത്തിന് ശേഷവും ഇന്നും അതിന്റെ അണുക്കൾ അവിടെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ ദുരന്തങ്ങൾ അന്നത്തെ കോടിക്കണക്കിന് മനുഷ്യന്മാരെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിച്ചു എന്ന് മാത്രമല്ല, ഇന്നും ആ പ്രദേശത്തെയും ആ മണ്ണിനെയും അവിടുത്തെ ജനജീവിതത്തെയും അത് സാരമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം, ദീനുൽ ഇസ്ലാമിന്റെ കൽപ്പന, ഒരൊറ്റ ചെടി പോലും അവിടെ നിന്ന് വെട്ടിമാറ്റപ്പെട്ടിട്ടില്ല എന്നത് നമുക്കറിയാം. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളിൽ എത്രയെത്ര കെട്ടിടങ്ങളാണ് നിലംപരിശാക്കപ്പെടുന്നത്, എത്രയെത്ര ജനവാസ കേന്ദ്രങ്ങളാണ് ഇല്ലാതായിത്തീരുന്നത്. അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവത്തിലൂടെ പ്രസിദ്ധമായതല്ല യഥാർത്ഥത്തിൽ ബദർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ബദർ ഇത്രത്തോളം പ്രസിദ്ധമായത്? അതിന്റെ ഒരു അന്വേഷണമാണ്, അതിന്റെ ഒരു ആലോചനയാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഭൂമിയിൽ മാത്രമല്ല, ആകാശ ലോകത്ത് വരെ എഴുതപ്പെട്ട ഒരു സ്ഥലനാമമായി, ഒരു ചരിത്ര സംഭവമായി ബദർ മാറുകയാണ്. വലഖദ് നസറകുമുല്ലാഹു ബിബദർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ നിങ്ങളെ സഹായിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? പരിശുദ്ധ ഖുർആനിൽ വരെ, ആകാശ ലോകത്ത് വരെ ആ സ്ഥലനാമം എഴുതപ്പെട്ടു എന്നതാണ്. അത്രയും പ്രസിദ്ധമാവുകയാണ്. ചെറിയ സംഘം വലിയ സംഘത്തെ അതിജയിക്കുകയാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയെ നടക്കുകയാണ്. ആ വഴിയെ സഞ്ചരിക്കുമ്പോൾ ഒരു മരത്തണലിൽ ഒരു വൃദ്ധനായ ഒരു മനുഷ്യനിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, എന്നെ ചെറിയ സംഘത്തിൽ ചേർക്കണമേ, അള്ളാഹുവേ നീ എന്നെ ചെറിയ സംഘത്തിൽ ചേർക്കണമേ എന്നതാണ് അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥന. ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടു കൂടി ആ മനുഷ്യന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എവിടെ നിന്നാണ് നിങ്ങൾക്ക് തെളിവ്? ആരാണ് നിങ്ങളെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറയുകയാണ്,
അള്ളാഹുവിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അവനോട് നന്ദി കാണിക്കുന്നുള്ളൂ. അങ്ങനെ കുറഞ്ഞ ആളുകൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ആ കുറഞ്ഞ ആളുകളിൽ എന്നെ ചേർക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് അദ്ദേഹം മറുപടി പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നീടാണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലുടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ പല കാര്യങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഒരു കപ്പലിൽ കയറാൻ കഴിയുന്ന കുറഞ്ഞ ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായത്. മൂസ അലൈഹിസ്സലാം ഒരു സംഘവുമായി ഇറങ്ങിത്തിരിച്ച് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങണമെന്ന് പറയുമ്പോ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്, ഞങ്ങൾ അവിടെ ഇരുന്നു കൊള്ളാം എന്നാണ് മഹാഭൂരിപക്ഷം ആളുകളും പ്രതികരിച്ചത്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് മൂസാ നബി അലൈഹിസ്സലാമിയുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായത്. ജാലൂത്തിനെതിരെ ഞങ്ങളെ നേതൃത്വം നൽകി ജാലൂത്തിനെതിരെ ആ ധിക്കാരിയായ തോന്യാസിയായ ആ ഭരണാധികാരിക്കെതിരെ പടപൊരുതാൻ ഞങ്ങൾക്കൊരു നേതാവിന് നിശ്ചയിച്ചു തരണം, ആ നേതാവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അവനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നാവശ്യപ്പെട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വാലൂത്തിനെ അവർക്ക് നേതാവായി നിശ്ചയിച്ചു കൊടുത്തു. പക്ഷേ ആ നേതൃത്വത്തെ അംഗീകരിക്കാൻ കുറഞ്ഞ ആളുകൾ മാത്രമാണ് തയ്യാറായത്. ത്വാലൂത്ത് ആ ജനതയെയും കൊണ്ടുപോയി ഒരു നദിക്കരയിലെത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല, നിങ്ങളുടെ ദാഹം അടക്കാൻ ഒരിറക്ക് വെള്ളം വേണമെങ്കിൽ നിങ്ങൾ കുടിക്കാം, അധികം നിങ്ങൾ കുടിക്കാൻ പാടില്ല. പക്ഷേ അധികം ആളുകളും ആ ജലം കുടിക്കുകയും അദ്ദേഹത്തോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ആ വെള്ളം കുടിക്കുന്നതിൽ നിന്ന് മാറി നിന്നത്. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ സന്ദർഭത്തിലും നീതിയുടെ നന്മയുടെ നേരിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ വളരെ കുറഞ്ഞ ആളുകളായിരിക്കും. ഗസ എന്ന് പറയുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സർവായുധ സജ്ജമായി ഇറങ്ങിത്തിരിച്ച ഒരു ജനതയോട് ഐക്യപ്പെട്ട ആളുകൾ, ലോകത്തിന്റെ മൊത്തം ജനസംഖ്യ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെ എണ്ണം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞ ആളുകൾ മാത്രമാണ്. അധികം ആളുകളും അധിക രാജ്യങ്ങളും സൈനിക ശക്തികളും ഇസ്രായേലിന്റെ ഒപ്പം നിന്ന് സഹായിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബദർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ചെറിയ ചെറിയ സംഘങ്ങള് വലിയ സംഘങ്ങളെ അതിജയിക്കുകയാണ്. പക്ഷേ അത് അതിജയിക്കണമെങ്കിൽ എണ്ണത്തില് കുറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അതിജയിക്കുകയില്ല. എണ്ണത്തിൽ കുറവാകുന്നതോടൊപ്പം തന്നെ അവർ കരുത്തിൽ കാമ്പിൽ അവർ മികച്ചു നിൽക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ഒരാൾക്ക് ഒരു ഭാരം നമ്മൾ വെച്ചു കൊടുക്കുമ്പോ ആ ഭാരം ഏറ്റാൻ അയാളെ പ്രാപ്തമാക്കുന്ന ചില ട്രെയിനിങ്ങുകൾ, ചില പരിശീലനങ്ങൾ അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട്. അതിനുശേഷമാണ് അവൻ അതിന് പ്രാപ്തമാക്കുക. ചില ആളുകൾക്ക് ചില വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു വലിയ പാക്കേജ് അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയില്ല. ചെറിയ ചെറിയ പരിശീലനങ്ങൾ നൽകി, ട്രെയിനിങ്ങുകൾ നൽകി, ചെറിയ തരത്തിലുള്ള പാഠ്യപദ്ധതികൾ നൽകി അതിലൂടെ അവരെ ഏറ്റവും ഉയർന്ന ഒരു തലത്തിലേക്ക് എത്തിക്കുവാൻ അവരെ പരിശീലിപ്പിച്ചെടുക്കുന്ന രീതിയാണ്. ബദറിലെ 313 ആളുകൾ വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വിജയിക്കാൻ അവർ അർഹത നേടി എന്നുള്ളതാണ്, അതിനവർ യോഗ്യരായി എന്നുള്ളതാണ്. മക്കയിലെ 13 കൊല്ലത്തെ ഇസ്ലാമികമായ ജീവിതത്തിലൂടെ അവർ നേരിടേണ്ടി വന്ന വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ, അതിനുശേഷം അവര് നാടും വീടും വിട്ട് മദീനയിലേക്കുള്ള ഹിജറ, ആ മദീനയിലേക്ക് വന്നതിന് ശേഷവും ആ മദീനയിൽ വീണ്ടും അവർ ആദ്യമായി ജീവിതത്തെ കരുപ്പിടിപ്പിക്കുകയാണ്. അങ്ങനെ അവർ ഉണ്ടാക്കിയെടുത്ത പരിശീലനത്തിന്റെ വീണ്ടും ഹിജറ 2-ാം വർഷത്തിൽ നോമ്പ് നിർബന്ധമാക്കുന്നു. ആദ്യമായിട്ടുള്ള നോമ്പാണ്. നമ്മളെ പോലെ എല്ലാ വർഷവും നോമ്പെടുത്ത പരിശീലനത്തോടു കൂടിയല്ല, ആദ്യമായി നോമ്പെടുക്കുന്നു. ആ നോമ്പ് നോറ്റുകൊണ്ടാണ് അവർ ബദറിലേക്ക് പുറപ്പെടുന്നത്. സൂറത്തുൽ അൻഫാലില് ഈ ബദരീങ്ങൾ കൈവരിച്ച നേട്ടത്തിന് അല്ലെങ്കിൽ അവർ വിജയത്തിന് അർഹരായിരിക്കുന്നു എന്നതിന്റെ യോഗ്യത അവർ എങ്ങനെയാണ് തെളിയിച്ചത് എന്ന് സൂറത്തുൽ അൻഫാലിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് അവരോട് പറയപ്പെടുമ്പോൾ
അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളുകയാണ്. അല്ലാഹ് എന്ന് കേൾക്കേണ്ട താമസം നമുക്കൊരു കുലുക്കം ഉണ്ടാവില്ല. അല്ലാഹ് എന്ന് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കേട്ട സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സ് വിറക്കുന്ന, നമ്മുടെ മനസ്സ് പിടയ്ക്കുന്ന, നമ്മുടെ ശരീരത്തിന്റെ കാലിന്റെ വെരിവിരൽ മുതൽ നമ്മുടെ മൂർധാവ് വരെ പ്രകമ്പനം കൊള്ളുന്ന, അരിച്ചു കയറുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബദരീങ്ങളെ കുറിച്ച് പറയപ്പെടുന്നത് ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹ് എന്ന് കേൾക്കേണ്ട താമസം, അല്ലാഹുവിനെ കുറിച്ച് അവരോട് പറയപ്പെടുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളുകയാണ്. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, അല്ലാഹുവിന്റെ സൂക്തങ്ങൾ അവരെ ഓതിക്കേൾപ്പിക്കുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. മനുഷ്യന്റെ ഈമാൻ എന്ന് പറയുന്നത് എല്ലാ സന്ദർഭത്തിലും ഒരേ സ്വഭാവത്തിൽ നിലനിൽക്കുന്നതല്ല. ഈമാനിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ ആയത്തുകൾ അവൻ കേൾക്കുമ്പോൾ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് തിരിച്ചറിയാനും അതുവഴി അവന്റെ ഈമാൻ വർദ്ധിക്കുവാനും സഹായകമാകണം. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അത്തരം ഒരു സ്ഥിതിവിശേഷം, അത്തരം ഒരു സാഹചര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. മൂന്നാമതായി വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ് അവർ. അല്ലാഹു ഉണ്ട് എന്റെ കൂടെ എന്ന തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ ഏത് പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു ഉൾക്കരുത്ത് അവൻ നേടുകയാണ്. ബദറിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്ന് പറയുമ്പോ അല്ല ഞങ്ങളുടെ കൂടെയുണ്ട്, നീയും നിന്റെ അള്ളയും പോയിക്കോ എന്ന് മൂസ അലൈഹിസ്സലാം പറഞ്ഞതുപോലെയല്ല, അല്ല ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ഞങ്ങൾ പുറപ്പെടാൻ തയ്യാറാണ് എന്നവർ പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. അതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കല്. നമ്മുടെ വീട്ടിലെ കുട്ടികളെ, നമ്മുടെ മക്കളെ അല്ലെങ്കിൽ പേരക്കുട്ടികളെ നമ്മൾ കളിപ്പിക്കാറുണ്ടല്ലോ. ആ കളിപ്പിക്കുന്നതിനിടയിൽ അവരോടുള്ള സ്നേഹം കാരണം, വാത്സല്യം കാരണം നമ്മൾ അവരെ കോരിയെടുത്ത് മുകളിലേക്കൊന്ന് പൊക്കാറുണ്ട്, എന്നിട്ട് കൈവിടാറുണ്ട്. ആ സമയത്ത് ഒരു പക്ഷേ ആ കുട്ടിയുടെ ഉമ്മ അടുത്തുണ്ടെങ്കിൽ ഒന്ന് ഞെട്ടുകയോ ഏങ്ങുകയോ ഒക്കെ ചെയ്യും. പക്ഷെ ആ കുട്ടി ചിരിക്കുന്നുണ്ടാകും. എന്തുകൊണ്ടാണ് ആ കുട്ടി ചിരിക്കുന്നത്? യഥാർത്ഥത്തിൽ പിന്നിൽ നിൽക്കുന്ന ആളുകള് ചിരിക്കുകയും ആ കുട്ടി അന്തം വിടുകയും ഭയപ്പെടുകയുമാണല്ലോ വേണ്ടത്. എന്നാൽ ആ കുട്ടി ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ആ കുട്ടി ചിരിക്കുന്നു എന്ന് ചോദിച്ചാല് ആ കുട്ടിക്ക് അറിയാം, ഞാൻ താഴെ വീഴുകയില്ല. ഞാൻ താഴെ വീഴുന്നുവെങ്കിൽ എന്നെ കോരിയെടുക്കാൻ എന്റെ ഉപ്പയുടെ കൈകൾ സുരക്ഷിതമായി ആ താഴെയുണ്ട് എന്ന തിരിച്ചറിവാണ് ആ കുട്ടിയെ ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അള്ളാഹു ഉണ്ട് എന്നെ കാക്കാൻ, ഞാൻ വീഴുകയില്ല, ഞാൻ പതറുകയില്ല, എന്റെ കാര്യങ്ങൾ ഞാൻ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ കരങ്ങളിൽ എന്റെ കാര്യങ്ങൾ ഭദ്രമാണ്. നാലാമതായിട്ട് ആ ആളുകളുടെ ക്വാളിറ്റിയായി പറഞ്ഞത് അല്ലദീന യുഖീമൂന സ്വലാ, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. ബദറിലേക്ക് പുറപ്പെട്ട മുശ്രിക്കുകളായ ആളുകൾ ആടിയും പാടിയും കുടിച്ചും മതിച്ചും മൃഗങ്ങളെ അറുത്ത് അതിന്റെ മാംസങ്ങൾ ആഹരിച്ചും കൊമ്പുകുലുക്കി അങ്ങനെ വരുന്ന സന്ദർഭത്തില് സത്യവിശ്വാസികൾ വരുന്നത് എങ്ങനെയാ? ഈ പ്രതിസന്ധി ഘട്ടത്തിലും വിനയാന്വിതരായി അള്ളാഹുവിൽ വരമേൽപ്പിച്ച് നമസ്കാരം മുറിക്കാതെ, നോമ്പ് മുറിക്കാതെ അവർ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ഏത് ഘട്ടത്തിലും നമസ്കാരം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിതമായി അവരിൽ നിർബന്ധമാക്കപ്പെട്ട അനുഷ്ഠാന കർമ്മമാണ് നമസ്കാരം. ആ നമസ്കാരത്തിന്റെ കാര്യത്തില് ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല. യുദ്ധമാകട്ടെ, യുദ്ധമല്ലാത്ത സാഹചര്യമാകട്ടെ, തനിക്ക് അനുകൂലമായ സാഹചര്യങ്ങളാകട്ടെ, അല്ലാത്ത സന്ദർഭങ്ങളാകട്ടെ, തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും തിരക്ക് പിടിച്ച സാമൂഹിക പ്രവർത്തനത്തിനിടയിലും തിരക്ക് പിടിച്ച കുടുംബ സാഹചര്യത്തിനിടയിലും അവരെന്ത് ഒഴിവാക്കുന്നില്ല? നമസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അല്ലദീന യുഖീമൂന സ്വലാ. അഞ്ചാമതായി വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകപ്പെട്ട വിഭവങ്ങളിൽ നിന്ന് അവർ ചിലവഴിക്കുന്നവരാണ്. അവർക്ക് നൽകപ്പെട്ട വിഭവങ്ങളിൽ നിന്ന് അവർ ചിലവഴിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം വിഭവങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആരോഗ്യം നൽകിയില്ലേ, സമ്പത്ത് നൽകിയില്ലേ, മക്കളെ നൽകിയില്ലേ, സുരക്ഷിതമായ ഭദ്രമായ കുടുംബങ്ങൾ നൽകിയില്ലേ,
നമ്മുടെ കച്ചവടം, നമ്മുടെ ജോലി, നമ്മുടെ ഉദ്യോഗം, മറ്റ് സാമൂഹിക സാഹചര്യങ്ങൾ, നിർഭയമായി ജീവിക്കുവാൻ സമാധാനത്തോടുകൂടി ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോഴും മറ്റു പല പ്രദേശങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ സുരക്ഷിതമായ സാഹചര്യത്തിലാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുകൂലമായ സാഹചര്യങ്ങളെ എങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ വിനിയോഗിക്കുന്നു എന്നത് നമ്മുടെ മുമ്പിൽ പ്രസക്തമായ ചോദ്യമാണ്. അള്ളാഹു നൽകിയ വിഭവങ്ങളെ അവന്റെ മാർഗത്തിൽ ഒരു കരുതിവെപ്പുമില്ലാതെ ചിലവഴിക്കാൻ സന്നദ്ധമായി എന്നതാണ് ബദരീങ്ങളുടെ ക്വാളിറ്റിയായി നമ്മൾ കാണുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് അവർ അർഹരാണ്. ഒരു സാധനം ഏൽപ്പിച്ചു കൊടുക്കാൻ, ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുക്കാൻ, ഒരു ഒരു നേട്ടമുണ്ടായാൽ, ഒരു വിജയമുണ്ടായാൽ അതിൽ ആഹ്ലാദിക്കാതെ ആ വിജയത്തിന്റെ തുടർച്ചയായി അക്രമ പ്രവർത്തനങ്ങളും നശീകരണ പ്രവർത്തനങ്ങളും ഏർപ്പെടാതെ തങ്ങൾക്ക് ലഭിക്കുന്ന അധികാരങ്ങള്, തങ്ങൾക്ക് ലഭിക്കുന്ന വിജയങ്ങള് മറ്റുള്ളവന്റെ മേൽ കുതിര കയറാനുള്ള അവസരങ്ങളാണ്. ഇന്നിപ്പോ അതാണല്ലോ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിജയമുണ്ടായപ്പോ ആ വിജയത്തിന്റെ പുറത്ത് കയറി എന്തൊക്കെ കോലാഹലങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യം. ഗസയെ വില പറഞ്ഞ് വാങ്ങിക്കാനിരിക്കുകയാണ്. പക്ഷേ ബദരീകളായ ആളുകൾ അവർ വിജയത്തിന് അർഹരാണ്, യോഗ്യരാണ് എന്നവർ തെളിയിക്കുകയാണ്. അതിന്റെ ഒരു അനിവാര്യതയാണ് ബദറിലെ വിജയം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ബദറിലെ വിജയത്തിന്റെ മറ്റൊരു പാഠം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഉത്തരമാണ്. ബദർ വെറുതെ സംഭവിച്ച ഒന്നല്ല. നൂഹ് നബി അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥനയെ തുടർന്നുകൊണ്ടാണ് തൂഫാൻ വന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥനയെ തുടർന്നുകൊണ്ടാണ് കൊടുങ്കാറ്റ് വന്നത്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥനയെ തുടർന്നാണ് മഹാപ്രകമ്പനം ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇതുപോലെ 16-ാമത്തെ നോമ്പിന്റെ 16-ാമത്തെ രാത്രിയിൽ അഥവാ 17-ാം രാവിലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹാബാക്കൾ നോമ്പ് നോറ്റ് നമസ്കരിച്ച് പ്രവാചകനോടൊപ്പം ചേരുകയാണ്. പരിസരത്തെ പോലും വിസ്മരിക്കുന്ന രീതിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന ഒരു സാധാരണ പ്രാർത്ഥനയല്ല. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. കൈകൾ ആകാശത്തേക്ക് ഉയർത്തി പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകന്റെ മേൽമുണ്ട് താഴെ വീഴുന്നത് പോലും പ്രവാചകൻ അറിയുന്നില്ല. ആ താഴെ വീണ മേൽമുണ്ട് പ്രവാചകന്റെ കൂട്ടുകാരനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്ത് പ്രവാചകന്റെ മേലെ ഇട്ടുകൊടുത്തുകൊണ്ട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ നിർത്തിക്കൂടെ ഈ പ്രാർത്ഥന? എന്തിനാണ് ഇങ്ങനെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി തന്റെ ശരീരത്തെ പോലും ക്ഷീണിപ്പിക്കുമാറ്? താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകനല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകനായ താങ്കളെ അള്ളാഹു സഹായിക്കാതിരിക്കുമോ? എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? സ്വന്തം ശരീരത്തെ പോലും അപകടപ്പെടുത്തുമാറ്, സ്വന്തം ജീവിതത്തെ പോലും അപകടപ്പെടുത്തുമാറ് കിബിലയ്ക്ക് അഭിമുഖമായി തന്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി, അല്ലാഹുമ്മ ആതി മാ വഅതനി. അല്ലാഹുവേ, നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് ഇന്നിവിടെ പുലർന്നു കാണണം. നീ എന്നെ ശക്തിപ്പെടുത്തണം. എന്തെല്ലാം കാര്യങ്ങളാണോ നീ വാഗ്ദാനം നൽകിയത്, ആ വാഗ്ദാനം ഇന്നിവിടെ സത്യമായി പുലരണം. അല്ലാത്ത പക്ഷം ഇന്നത്തെ ഈ ചെറിയ സംഘം ഇവിടെ പരാജയപ്പെട്ടാൽ മക്കയിലെ ഖുറൈശികൾ അതിജയിച്ച്, ക്ഷമയുടെ കരുത്തിൽ അതിജയിച്ച്, അടിക്ക് തിരിച്ചടിയല്ല ക്ഷമിക്കലാണ് വിജയത്തിന്റെ പ്രഥമപടി എന്ന് മക്കയിലെ 13 കൊല്ലത്തെ ജീവിതത്തിലൂടെ തെളിയിച്ച് അവസാനം പിറന്ന നാട്ടിൽ നിന്ന് അതുവരെ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യങ്ങളും ഒഴിവാക്കി മദീനയിലേക്ക് പുറപ്പെട്ട ആളുകൾ, ആ മുഹാജിറുകളായ ആളുകൾ, അങ്ങനെ വരുന്ന ആളുകളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് തങ്ങളുടെ സഹോദരന്മാരെ പോലെ ചേർത്ത് വെച്ച അൻസാറുകളായ ആളുകൾ, അവര് ബദറിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഈ സംഘം ഇന്ന് പരാജയപ്പെട്ടാൽ അപ്പുറത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ആളുകൾ വിട്ടേച്ചു പോയ സമ്പാദ്യങ്ങൾ, ആ സമ്പാദ്യങ്ങൾ കൊള്ളയടിച്ച് ആ സമ്പാദ്യത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുവാൻ അതൊക്കെയും സ്വരുക്കൂട്ടി അബൂ സുഫിയാന്റെ നേതൃത്വത്തില് ഒരു സംഘം കച്ചവടത്തിന് പോയി. ആ കച്ചവടത്തില് വലിയ ലാഭവുമായി തിരിച്ചു വരികയാണ്. ഈ ലാഭത്തിന്റെ പിൻബലത്തില്
മുസ്ലിം സഹോദരന്മാരുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ മദീനയെയും ഇസ്ലാമിനെയും സത്യവിശ്വാസികളെയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായി തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, ഇന്ന് ഈ സംഘം പരാജയപ്പെട്ടാൽ, ഈ ത്യാഗോജ്ജലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഈ സംഘം ഇന്നിവിടെ നശിപ്പിക്കപ്പെട്ടാൽ, പഠിച്ചവനെ, ഇനി ഭൂമിയിൽ നിന്ന് ആരാധിക്കാൻ മറ്റൊരു സംഘം ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ ആ ബദറിന്റെ വിജയമാണ് ഞാനും നിങ്ങളുമൊക്കെ. അന്നവിടെ പരാജയപ്പെട്ടാൽ പിന്നെ നമ്മൾ ഉണ്ടാവില്ല, ഈ ഇതുപോലെ സാഹചര്യം ഉണ്ടാവുകയില്ല. ഇന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് പോലും ആ വിജയത്തിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രാർത്ഥനയുടെ തുടർച്ചയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ബദറിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, മനുഷ്യരുടെ ചരിത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ബദർ എന്ന് പറയുന്നത്. ബദർ മനുഷ്യരും ആകാശലോകവും, ഭൂമിയും ആകാശലോകവും, മനുഷ്യരും മലക്കുകളും പ്രവാചകനും അള്ളാഹുവും സത്യവിശ്വാസികളും എല്ലാവരും കൂടെ ചേർന്നപ്പോൾ ഉണ്ടായ അത്ഭുതമായ സംഭവമാണ് ബദർ എന്ന് പറയുന്നത്. അവിടെ ഒരുമിച്ച് കൂടിയ മലക്കുകളെ കുറിച്ച് നമുക്ക് സംശയമില്ല, അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും നമുക്ക് സംശയമില്ല. എന്നാൽ അവിടെ ഒരുമിച്ച് കൂടിയ മനുഷ്യർ എന്ന നിലയിൽ സ്വാഭാവികമായി അവരിലുണ്ടാകുന്ന ദൗർബല്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ബദരീങ്ങളായ ആളുകളുണ്ടല്ലോ, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവർ യഥാർത്ഥ മുഅ്മിനുകളാണ്. അവരുടെ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്കുണ്ടാവേണ്ട കാര്യമില്ല. അവർ യഥാർത്ഥ മുഅ്മിനുകളായ ആളുകളാണ്, അങ്ങനെ ഇറങ്ങിത്തിരിച്ചവരാണ്. ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത്, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഓരോ പ്രവർത്തന വിജയങ്ങളും എന്ന് പറയുന്നത് മനുഷ്യന്റെ ആസൂത്രണത്തിന്റെ ഫലമായിട്ട് മാത്രം സംഭവിക്കുന്നതല്ല. ആകാശ ലോകത്തിന്റെ സഹായം, അള്ളാഹുവിന്റെ സഹായം, മലക്കുകളുടെ സാന്നിധ്യം, വിശ്വാസികളായ ആളുകളുടെ നന്മ നിറഞ്ഞ മനസ്സ്, നിഷ്കപടമായ നിഷ്കളങ്കമായ പ്രവർത്തനങ്ങള്, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ സംഭവിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയല്ലോ, രണ്ടിലൊരു സംഘത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. അള്ളാഹുവിന്റെ ആ ഉറപ്പിനെ മുഖവിലക്കെടുത്ത് അവർ ഇറങ്ങിത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. അല്ലാഹു നിങ്ങളെ സഹായിക്കും. 1000 മലക്കുകളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിച്ച സന്ദർഭമുണ്ടല്ലോ, ആ സന്ദർഭത്തെ അള്ളാഹു അതിനനുസ്മരിച്ചുകൊണ്ട് പറയുകയാണ്, 1000 മലക്കുകളെ കൊണ്ട്, എല്ലാ സജ്ജരായ 1000 മലക്കുകളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ സഹായിക്കും. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ വലിയുബ്ലിയൽ മുഅ്മിനീന മിൻഹു ബലാഅൻ ഹസന. അവർ യുദ്ധം ചെയ്തപ്പോ നിങ്ങളല്ല ചെയ്തത്, നിങ്ങൾ വെട്ടിയപ്പോ നിങ്ങളല്ല, നിങ്ങൾ എറിഞ്ഞപ്പോ നിങ്ങളല്ല എറിഞ്ഞത്, അള്ളാഹുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സത്യവിശ്വാസികളായ ആളുകള് ബദറിന്റെ പിറ്റേ ദിവസം അവർ തമ്മിൽ പറയുകയാണ്, കഴിഞ്ഞ ദിവസം നമ്മളെ യുദ്ധം ചെയ്ത സന്ദർഭത്തില് വെള്ള വസ്ത്രം ധരിച്ച കുറെ ആളുകളെ ഞങ്ങൾ കാണാനിടയായി. അതിനു മുമ്പും അതിനു ശേഷവും ഞങ്ങൾ കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം, മലക്കുകള് അങ്ങനെ ഫിസിക്കലി ഇറങ്ങിയോ അല്ല, അവർക്ക് ആത്മീയമായ പ്രചോദനവും കരുത്തും നൽകാൻ വേണ്ടിയായിരുന്ന അതിനുള്ള ഒരു പ്രചോദന വർത്തമാനം മാത്രമായിരുന്നോ ഇത് എന്നത് ചർച്ചയ്ക്ക് അവിടെ ഇരിക്കട്ടെ. പക്ഷേ വിശ്വാസികൾ പറയുന്നത് ഏതായാലും അതിന്റെ ഫലം ഒന്നാണല്ലോ. മലക്കുകൾ കൂടെ ഇറങ്ങി യുദ്ധം ചെയ്താലും, അല്ലെങ്കിൽ മലക്കുകൾ ഞങ്ങളോടൊപ്പം ഉണ്ട്, ഞങ്ങൾ തനിച്ചല്ല എന്ന ആത്മവിശ്വാസത്തോടുകൂടി രംഗത്തിറങ്ങുമ്പോ ഉണ്ടാകുന്ന ഫലവും ഒന്ന് തന്നെയാണല്ലോ. തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം അവരിലേക്ക് വരികയാണ്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തശ്കുറൂൻ. അള്ളാഹു ബദറിൽ നിങ്ങളെ സഹായിച്ചു. ആ ബദറിൽ അല്ലാഹു നിങ്ങളെ സഹായിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവരോട് നന്ദി കാണിക്കുകയും ചെയ്യുക.
ഇസ്ലാമിക ചരിത്രത്തിൽ ബദറല്ലാത്ത വേറെയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റു പല മൂത്ത യുദ്ധത്തിൽ 2 ലക്ഷത്തോളം റോമൻ സൈന്യമാണ്. ആ 2 ലക്ഷം റോമൻ സൈന്യം വരുമ്പോ 3000 ആളുകളാണ് വിശ്വാസികളുടെ ഭാഗത്ത് നിന്നുള്ളത്. ഈ 3000 ആളുകളാണ് 2 ലക്ഷത്തെ പ്രതിരോധിക്കുന്നത്. ആ മുഅത്ത യുദ്ധത്തിനെ തുടർന്ന് പിന്നീട് അടുത്ത വർഷം തബൂക്ക് ഉണ്ടായപ്പോ എണ്ണത്തില് ഒരൽപ്പം കൂടി കൂടുതലാണ് സത്യവിശ്വാസികള് എന്ന് മനസ്സിലാക്കിയപ്പോ സാമ്രാജ്യത്വ ശക്തികള് അവിടെ നിന്ന് പുറപ്പെടാൻ, മദീനീയ പ്രവാചകനെ നശിപ്പിക്കാൻ പുറപ്പെടാൻ തീരുമാനിച്ച ആളുകള് ആ 3000-നേക്കാൾ കൂടുതൽ ആളുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ തൊട്ട് തലേവശം നടന്ന യുദ്ധത്തിന്റെ ആ ഭീതി അത് കാരണം അവര് യുദ്ധത്തിലേക്ക് പുറപ്പെടാതെ പോവുകയാണ്. അങ്ങനെ തബൂക്ക് യുദ്ധം എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു യുദ്ധം നടന്നിട്ടില്ല, യുദ്ധമായി നടന്നിട്ടില്ല. പക്ഷെ യുദ്ധം നടക്കാതെ ഒരു വലിയ വിജയം സത്യവിശ്വാസികൾക്ക് ലഭിക്കുകയാണ്. അള്ളാഹുവിന്റെ സഹായം, ആ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിച്ച ഒരുപാട് സാഹചര്യങ്ങള് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ബദറിനെ നമ്മൾ ചേർത്ത് വെക്കുകയാണ്. ബദറിൽ വിജയിക്കാൻ വേറെയും ന്യായങ്ങളുണ്ട്. അതിലൊന്നാമത് അള്ളാഹുവിനോടുള്ള അനുസരണമാണ്. അൽ ഇത്വാഅത്തുള്ള, അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടുമുള്ള അനുസരണമാണ്. അനുസരണശീലരായ ഒരു സംഘം ആളുകള് ഒരുമിച്ച് ചേർന്നാൽ പിന്നെ വിജയമല്ലാതെ മറ്റൊന്നോടെ സംഭവിക്കൂല. പരസ്പരം ചേർച്ചയുള്ള, പരസ്പരം ഒരുമയുള്ള, ഒന്നിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധമായ ഒരു സംഘം ഇറങ്ങിത്തിരിച്ചാൽ പിന്നെ അവിടെ വിജയമില്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. ആയുധങ്ങളുടെ ശക്തി അപ്പുറത്തുണ്ടായാലും ഏറ്റവും ഒടുവില് ഗസയിൽ നമ്മൾ കാണുന്നതാ. ലോകത്ത് ഇന്ന് പല സംഭവങ്ങളുണ്ടല്ലോ, പല സംഭവങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് എന്തുകൊണ്ട് ഗസയും പലസ്തീനും വ്യത്യസ്തമാകുന്നു? ഇതിനേക്കാൾ വലിയ അധികാര ശക്തികളുള്ള, ഇതിനേക്കാൾ വലിയ സൈനിക ശക്തിയുള്ള, ഇതിനേക്കാൾ വലിയ സാമ്പത്തിക സുസ്ഥിരതയുള്ള, ഇതിനേക്കാൾ വലിയ സാങ്കേതിക വിദ്യകളുള്ള മുസ്ലിം സമൂഹങ്ങളും രാഷ്ട്രങ്ങളും പരാജയപ്പെടുകയോ അല്ലെങ്കിൽ പരാജയം സമ്മതിക്കുകയോ അല്ലെങ്കിൽ ഏമാന്റെ മുമ്പിലോ പഞ്ചപുച്ഛമടങ്ങി അനുസരണ വിനീത വിധേയരായി മാറി നിൽക്കുകയോ ചെയ്യുമ്പോ ഇങ്ങനെ ഒരു പിൻബലവുമില്ലാതെ ഒരു ചെറിയ സംഘം 2023 ഒക്ടോബർ 7-ാം തീയതി തൂഫാനുൽ അഖ്സ, ഈ തൂഫാനുൽ അഖ്സ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഒരാഴ്ച മുമ്പ് ഇസ്രായേൽ പ്രസിഡന്റ് UN-ൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ പറയുകയാണ്, ദ ഫലസ്തീൻ ഫയൽ ഈസ് ക്ലോസ്ഡ്. ഫലസ്തീന്റെ ഫയൽ അവസാനിച്ചിരിക്കുന്നു. ഇനി ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഇനി ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് ഉദയം ചെയ്യുകയാണ്. ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് ഉണ്ടാവാൻ പോകുന്നു. ഫലസ്തീൻ എന്ന് പറയുന്ന ഫയൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ഒരാഴ്ച മുമ്പ് വീമ്പ് പറഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇസ്രയേലിനെയും അമേരിക്കയെയും ലോകത്തെയും ഞെട്ടിച്ചുകൊണ്ട് തൂഫാനുൽ അഖ്സ ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് ആ നാടിനെ ഇല്ലാതാക്കും ഭൂപടത്തിൽ നിന്ന് ഈ പ്രസംഗിക്കുന്ന സന്ദർഭത്തില് ഒരു ഭൂപടം UN-ല് ഈ ബിന്യാമിൻ നെതന്യാഹു ഉയർത്തി കാണിക്കുന്നുണ്ട്. ഫലസ്തീൻ ഇല്ലാത്ത ഒരു ഭൂപടം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അങ്ങനെ ക്ലോസ് ചെയ്യാൻ വരട്ടെ, ഇവിടെ ഞങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറബ് രാജ്യങ്ങള് ഫലസ്തീനെ വിസ്മൃതിയിലേക്ക് തള്ളിവിടുകയും അമേരിക്കയുടെയും ഈ സാമ്രാജ്യത്വ ശക്തികളുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് അവര് പ്രവർത്തിക്കാൻ മുന്നോട്ട് വരികയും ചെയ്ത സാഹചര്യത്തിലാണ് തൂഫാനുൽ അഖ്സ ഉണ്ടാകുന്നത്. ഇനി ഇതാ ഈ ഫലസ്തീൻ ഇതോടുകൂടി ഇല്ലാതാക്കാൻ പോകുന്നു. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കും. ഫലസ്തീൻ എന്ന് പറയുന്ന ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ തന്നെ ഇല്ലാതാക്കും എന്ന് വീമ്പ് വിളക്കിക്കൊണ്ട് വന്നാൾക്ക് എന്താ സംഭവിച്ചത്? 10-14 മാസങ്ങൾ കഴിഞ്ഞ് ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞോ? എത്ര നിരപരാധികളായ 50,000-ൽ 1,00,000-ഓളം രക്തസാക്ഷികൾ ഫലസ്തീനികൾക്കുണ്ടായി എന്നല്ലാതെ ഈ 50,000 രക്തസാക്ഷിത്വത്തിന്റെ കരുത്തരായി ഫലസ്തീനികൾ മാറി എന്നല്ലാതെ വേറെന്താ സംഭവിച്ചത്? ഒരു ബന്ദിയെ പോലും അവരുടെ ഇത് ഈ ഗസ എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു ഭൂപ്രദേശമൊന്നുമല്ലല്ലോ.
അമേരിക്കയുടെ എല്ലാ സംവിധാനങ്ങളും, എല്ലാ രഹസ്യാന്വേഷണ സംവിധാനങ്ങളും ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടും ഈ ബന്ദികളെ എവിടെ കൊണ്ട് പാർപ്പിച്ചു എന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിരപരാധികളായ ഫലസ്തീൻ ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. ആ പിടിച്ചുകൊണ്ടുപോയ ആളുകള് ഇപ്പൊ തിരിച്ചു വരുമ്പോ ഇസ്രയേലിന്റെ പട്ടാളക്കാർ ജയിലറകളിൽ അവരോട് കാണിച്ച ക്രൂരതയെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പുറത്ത് ഗസയിലെ ഹമാസിന്റെ പോരാളികള് തടഞ്ഞു വെച്ച ബന്ദികളെ മോചിപ്പിക്കുമ്പോ അവർ ഞങ്ങളോട് കാണിച്ച സ്നേഹമസൃതമായ പെരുമാറ്റത്തെ കുറിച്ചാണ് അവർക്ക് പറയാനുള്ളത്. ഇത്രയൊക്കെ പീഡനങ്ങൾ സഹിച്ചിട്ടും എവിടെയാണ് ഹമാസിന്റെ പോരാളികളുള്ളത്, എവിടെയാണ് ബന്ദികളുള്ളത് എന്ന് ഒരാളും വെളിപ്പെടുത്തിയില്ലല്ലോ. ഈ ഒരു കരുത്താണ്, ഈ ഒരു നിശ്ചയദാർഢ്യമാണ്, ഈ ഒരു ഒരുമയാണ്, ഈ ഒരു ഐക്യമാണ് അവരെ വിജയിക്കാൻ സഹായകമായിട്ടുള്ളത്. അതുകൊണ്ട് ആ ഫയൽ ക്ലോസ് ചെയ്യാനായിട്ടില്ല എന്ന് ലോകത്തിന്റെ മുമ്പില് വീണ്ടും തെളിയിക്കാൻ ഹമാസിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ബദറിനെയും ഹമാസിനെയും ഫലസ്തീനെയും നമ്മൾ ചേർത്ത് വായിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നമുക്കറിയാം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഓരോ ഘട്ടത്തിലും അവർ അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹോളി ആഘോഷം നടക്കുന്ന സന്ദർഭത്തില് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മുസ്ലിങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങരുത്, ആ വിഭാഗത്തിന്റെ ആഘോഷത്തിന് അത് തടസ്സമാണ്, അതുകൊണ്ട് പള്ളികൾ ടാർപ്പായി കെട്ടി നിങ്ങൾ വീടുകളിൽ ഇരിക്കണം എന്ന് ഉത്തരവിറക്കുകയാണ്. മുസ്ലിം സമൂഹത്തിന്റെ പൗരത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് നിയമനിർമ്മാണങ്ങൾ വരികയാണ്. അവരുടെ സമ്പത്ത് സാമ്പത്തികമായി അവരെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി, സാമ്പത്തികമായി അവരെ അശക്തരാക്കുന്നതിന് വേണ്ടി വഖഫ് ഭേദഗതി നിയമം പോലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അവരെ ചെറുപ്പക്കാരായ ആളുകള് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് വളരെ ചടുലമായി, വളരെ സമർത്ഥരായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ആസൂത്രിതമായി കള്ള കേസുകൾ കുടുക്കി ജയിലറകളിലേക്ക് കൊണ്ടുപോവുകയാണ്. എങ്ങനെയൊക്കെയാണ് ഒരു സമൂഹത്തെ നിർവീര്യമാക്കേണ്ടത്, അവരെ ശാരീരികമായി, ആത്മീയമായി, സാമ്പത്തികമായി അവരെങ്ങനെയൊക്കെയാണ് നിർവീര്യമാക്കേണ്ടത് എന്ന് ഭരണകൂടം പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി മറ്റൊരു സംഘം അത് നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഇത് വിജയിക്കാൻ കഴിയുക? ഇവിടെയാണ് ബദറിന്റെ പാഠങ്ങൾ നമ്മൾ ഓർത്തെടുക്കേണ്ടത്. അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ കാവൽ, അള്ളാഹുവിന്റെ കൃത്യമായ ഇടപെടൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അതുണ്ടാവണമെങ്കിലോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടേതായ എല്ലാ മാനദണ്ഡങ്ങളും നമ്മൾ പൂർത്തീകരിച്ചിരിക്കണം. ബദരീകളായ ആളുകള് ഞങ്ങൾ വിജയത്തിന് യോഗ്യരാണ്, അർഹരാണ്. അത് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ, അവരുടെ ഈമാനിന്റെ കരുത്തിലൂടെ, അള്ളാഹുവിനോടുള്ള സമർപ്പണത്തിലൂടെ, പ്രവാചകനോടുള്ള അനുസരണത്തിലൂടെ, ഈമാനിനോടും ദീനിനോടും അവർ കാണിക്കുന്ന പ്രതിബദ്ധതയിലൂടെ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവര് വിജയിക്കാതിരിക്കാൻ ഒരു നിർവാഹവും കാണുന്നില്ല. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ബദറിൽ നിന്ന് ബദരീങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോ അതിന്റെ പേരിൽ നടത്തപ്പെടുന്ന മറ്റ് ചടങ്ങുകളോ ആചാരങ്ങളോ എല്ലാം അതുണ്ടാക്കേണ്ടുന്ന പ്രചോദനമാണ്, നമുക്ക് നൽകേണ്ടുന്ന ആത്മവിശ്വാസമാണ്, നമുക്കുണ്ടാക്കേണ്ടുന്ന കരുത്താണ്. 313 നമ്മളുള്ളൂ. ഈ 1000 ആളുകളെ എങ്ങനെ നമ്മൾ പരാജയപ്പെടുത്തും? അവരെല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യാനാണ് എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഇന്നല്ലാഹ മഅനാ ഹസ്ബുനല്ലാഹ് വനിഅമൽ മൗലാ വനിഅമൻ നസീർ. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഓരോ ബദറും നമുക്ക് നൽകുന്ന പ്രചോദനം അതാണ്, നമുക്ക് നൽകുന്ന കരുത്തതാണ്. ഈ വിശുദ്ധ റമദാനില് ഈ ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ തീർച്ചയായും ഇതിൽ നിന്ന് കരുത്താർജിക്കുവാൻ, ഇതിൽ നിന്ന് ആത്മവിശ്വാസം ആർജിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അനുഷ്ഠാനത്തിലൂടെ, ആരാധനാ കർമ്മങ്ങളിലൂടെ മാത്രം ലഭിക്കുന്ന ഒന്നല്ല ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഇതുപോലുള്ള ചരിത്ര സംഭവങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവികരായ പ്രവാചകന്മാരുടെ കഥകള് സഹാബെ കിറാമിന് പറഞ്ഞു കേൾപ്പിക്കുമ്പോ
അള്ളാഹുവിന്റെ സഹായം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നവർക്ക് അത്തരം തെളിവുകളിലൂടെ, അത്തരം സംഭവങ്ങളിലൂടെ അവരെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യങ്ങള് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോ കേവലം ചരിത്ര പഠനത്തിന് വേണ്ടിയുള്ളതല്ല, കേവലമായ സംഭവങ്ങള് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത് മാത്രമല്ല, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും അങ്ങനെ മുന്നോട്ട് പോകാനും നമുക്ക് കരുത്താകാനാണ് ഇത്തരം സംഭവങ്ങള് സഹായകമാകേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബദറിൽ നിന്ന് എന്തെല്ലാം നന്മകളാണോ, ബദരീകളായ ആളുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളാണ് അവർ, ദുനിയാവിൽ വിജയിച്ചവരാണ് അവർ, സ്വർഗം കൊണ്ടും അവര് പാരത്രിക ലോകത്തും അവർ വിജയിച്ചവരാണ്. അവരെ നമ്മൾ അനുസ്മരിക്കുമ്പോ, അവർ നമ്മുടെ നെഞ്ചിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുമ്പോ, അവരോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ എന്ത് മൂല്യങ്ങളാണ്, എന്ത് യോഗ്യതകളാണ് നമ്മളിൽ ബാക്കിയാകുന്നത് എന്ന് പരിശോധിക്കാൻ സഹായിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ബദരീങ്ങളോടൊപ്പം ചേരാനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ കൂടുതൽ പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ, ആ ദീനി പ്രബോധന പ്രവർത്തന മാർഗങ്ങളില് നിരന്തരമായി പങ്കാളിത്തം വഹിക്കുവാൻ, എതിർപ്പുകൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോ അതിനെ തരണം ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തില് ഉറച്ചിന്ന് മുന്നോട്ട് പോകുവാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ പിന്തിരിപ്പിക്കാൻ പല ആളുകൾ പല രീതിയിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ഭരണകൂടങ്ങള്, അവരെ ഒത്താശയോടുകൂടി മറ്റ് സംവിധാനങ്ങള്, ഇവരെല്ലാവരും ശ്രമിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ പ്രലോഭനങ്ങൾ കൊണ്ടോ പ്രകോപനങ്ങൾ കൊണ്ടോ നിങ്ങളെ കീഴ്പ്പെടുത്താൻ, നിങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാല് നിങ്ങളെ ഒറ്റപ്പെടുത്താൻ സഹായകമാകുന്ന നിയമനിർമ്മാണങ്ങൾ അവർ കൊണ്ടുവരും. നിങ്ങളെ നിർവീര്യമാക്കാൻ സഹായകമായിട്ടുള്ള നിയമങ്ങളും ഭേദഗതികളുമായിട്ട് അവർ വരും. അതും കൊണ്ടും നിങ്ങൾ പിന്മാറാൻ തയ്യാറല്ല എങ്കിൽ, അതുകൊണ്ടും നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന്, ആദർശത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ, പിന്നെ അടുത്ത വഴി നിങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കലാപങ്ങളിലൂടെ, ഏറ്റുമുട്ടലുകളിലൂടെ, വർഗീയമായ സംഘടനകളിലൂടെ നിങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധികൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തില് ഉറച്ചു നിൽക്കുവാൻ, ഈമാനിന്റെ മാർഗത്തില് കരുത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ വിജയം കൈവരിച്ച ബദരീങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുവാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബദറിന് സത്യവിശ്വാസികൾക്ക് വിജയം നൽകിയ അള്ളാഹു ഇന്നും അങ്ങനെ തന്നെ ഉണ്ട്. ബദറിൽ നിഷേധികളായ ആളുകളെ വിറപ്പിക്കുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്ത പടച്ച റബ്ബ് ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. ആ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കാൻ അള്ളാഹുവിന് കഴിയും എന്നതുപോലെ തന്നെ ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും ഇല്ലാതാക്കുവാൻ, അവരുടെ എല്ലാ തരത്തിലുള്ള ആസൂത്രണങ്ങളെയും നിർവീര്യമാക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തില് വിശ്വാസികൾക്കെതിരെ, നിരപരാധികളായ മനുഷ്യ സമൂഹത്തിനെതിരെ എന്തെല്ലാം നിയമങ്ങളും തന്ത്രങ്ങളും അക്രമികളായ ഭരണകൂടങ്ങള് ഒറ്റയ്ക്കും കൂട്ടായും ആസൂത്രണം ചെയ്യുന്നുണ്ടോ റബ്ബ് സുബ്ഹാനഹു വ തആല അതെല്ലാം പരാജയപ്പെടുത്തുമാറാവട്ടെ. സത്യവിശ്വാസികൾക്ക് കരുത്തും ആത്മവിശ്വാസവും ഈമാനും റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ, അങ്ങനെ അള്ളാഹുവിന്റെ സ്വർഗം പുൽകുവാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.